പുരിങ്ങൽകുത്ത് ഡാമിൽ വേനൽക്കാലത്ത് കൂടുതൽ വെള്ളം ലഭ്യമാക്കുന്നതിന് പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് ജലസേചന വകുപ്പ് മന്ത്രി റൂഷി അഗസ്റ്റിൻ. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയായി തോട്ടുമുഖം മാറിയെന്ന് മന്ത്രി. കൊടുങ്ങല്ലൂരിൽ മധ്യവയസ്കനെ കല്ലുകൊണ്ടടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. പുല്ലൂറ്റ് സ്വദേശി അൻസാബ്, ലോകമല്ലേശ്വരം സ്വദേശി ശരത് എന്നിവരെയാണ് തെളിവെടുപ്പിനെത്തിച്ചത്. ജില്ലയിലെ വിവിധ ആശുപത്രികളിലെ ഐസൊലേഷൻ വാർഡുകൾ നാടിന് സമർപ്പിച്ചു. ഉയർന്ന ചിലവിന്റെ പേരിൽ ആർക്കും ചികിത്സ മുടങ്ങരുതെന്ന് മുഖ്യമന്ത്രി. വിശദമായ വാർത്തകളിലേക്ക്. പുരിങ്ങൽകുത്ത് ഡാമിൽ വേനൽക്കാലത്ത് കൂടുതൽ വെള്ളം ലഭ്യമാക്കുന്നതിന് പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റൂഷി അഗസ്റ്റിൻ പറഞ്ഞു. കൊരട്ടി പഞ്ചായത്തിലെ പാറക്കുട്ടത്ത് ജലജീവൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ചാലക്കുടി പുഴയുടെ മറ്റ് ഭാഗങ്ങളിലും വെള്ളം സംഭരിക്കുന്നതിന് ചെറുകിട പദ്ധതികൾ ആരംഭിക്കും. ഷോളയാർ ഡാമിൽ നിയമാനുസൃതമായ വെള്ളം ലഭ്യമാക്കുന്നതിന് തമിഴ്നാട് സർക്കാരുമായി ഉടനെ ചർച്ചകൾ നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷനായിരുന്നു. ബെന്നി ബഹനാൻ MP, ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരുമഠത്തിൽ, കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു, മേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് MS സുനിത തുടങ്ങിയവർ സംസാരിച്ചു. 11 കോടി രൂപ ചെലവിൽ ആവിഷ്കരിച്ച പദ്ധതിയിൽ നിന്നും കൊരട്ടി, കാടുകുറ്റി പഞ്ചായത്തുകളിലെ 10,000-ഓളം കുടുംബങ്ങൾക്ക് ശുദ്ധജലം ലഭിക്കും. ചാലക്കുടി പുഴയിലെ ദേവരാജഗിരി കടവിൽ നിന്നും പമ്പ് ചെയ്താണ് പാറക്കൂട്ടത്തെ ടാങ്കിൽ വെള്ളം എത്തിച്ച് ശുദ്ധീകരിക്കുന്നത്. വിശദാംശങ്ങളെക്കുറിച്ച് റിപ്പോർട്ടിലും സൂചിപ്പിക്കും. MLA കൃഷ്ണമായിട്ട് ഈ കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. ഏകദേശം 88 കോടി രൂപ മുടക്കി ഈ ശുദ്ധീകരണ പദ്ധതിയുടെ ഭാഗം. സംസ്ഥാനത്ത് ജലസേചന മേഖല മെച്ചപ്പെടുത്തി കാർഷിക മേഖലയെ അഭിവൃദ്ധിപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റൂഷി അഗസ്റ്റിൻ. വരന്തരപ്പള്ളി തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് ഇപ്പോഴുള്ളതിൽ ഏറ്റവും വലിയ പദ്ധതിയാണ് തോട്ടുമുഖം പദ്ധതി. തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയിലൂടെ 900 ഹെക്ടർ കൃഷിഭൂമിയിലേക്ക് വെള്ളം എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ 2ാം ഘട്ടത്തിൽ നടപ്പിലാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. KK രാമചന്ദ്രൻ MLA അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ അജിത സുധാകരൻ, പ്രിൻസൻ തയ്യാലക്കൽ, TS ബൈജു, സുന്ദരി മോഹൻദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. പാടശേഖരങ്ങൾക്ക് കനാൽ മുഖാന്തരം ഇറിഗേഷൻ നൽകുന്നത് പോലെ ചില മാറ്റങ്ങൾ വരുത്തി നാണ്യവിളകൾക്ക് കൂടി മൈക്രോ ഇറിഗേഷൻ നൽകുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചതായി ജലവിഭവ വകുപ്പ് മന്ത്രി റൂഷി അഗസ്റ്റിൻ. എടത്തിരുത്തി പഞ്ചായത്തിലെ പൈനൂർ കായൽ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. LDF സർക്കാർ വന്നതിന് ശേഷം ആരംഭിച്ച ഊർജിത കാർഷിക ജലസേചന പദ്ധതി വിപുലീകരിക്കുന്നതിന് വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ വലിയ തോതിലുള്ള നടപടികൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ET ടൈസൺ MLA അധ്യക്ഷനായിരുന്നു. മൈനർ ഇറിഗേഷൻ സെൻട്രൽ സർക്കിൾ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ CB സുരേഷ് ബാബു, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. പദ്ധതിക്ക് വേണ്ടി സൗജന്യമായി ഭൂമി വിട്ടുതന്ന ഭൂവുടമകളെ ചടങ്ങിൽ ആദരിച്ചു. പ്രിയപ്പെട്ട MLA ടൈസൺ മാസ്റ്ററുടെ നേതൃത്വത്തിൽ നടന്നതുകൊണ്ടാണ് 2,55,00,000 രൂപയ്ക്ക് ഭരണാനുമതി എടുത്ത് ഈ പ്രവർത്തികളെ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുന്നത്. ചാവക്കാട് നഗരസഭയിൽ 5000 കുടുംബങ്ങൾക്ക് സൗജന്യ കുടിവെള്ള കണക്ഷൻ നൽകുന്ന പദ്ധതിയുടെ പ്രവർത്തനോദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റൂഷി അഗസ്റ്റിൻ നിർവഹിച്ചു. എല്ലാ കുടുംബങ്ങളിലും ശുദ്ധജലം എത്തിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും അത്തരം പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കുന്നതെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. NK അക്ബർ MLA അധ്യക്ഷനായിരുന്നു. കേരള വാട്ടർ അതോറിറ്റി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ PA സുമ, നഗരസഭ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, വൈസ് ചെയർമാൻ KK മുബാറക് തുടങ്ങിയവർ പങ്കെടുത്തു. നഗരസഭാ പ്രദേശത്ത് എല്ലാ വീടുകളിലും പൈപ്പ് വഴി കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ തുടർച്ചയായി നഗരസഭയിലെ 5000-ഓളം കുടുംബങ്ങൾക്ക് വീടുകളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതിക്ക് 12.07 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. ഞാൻ ഉൾപ്പെടെയുള്ള കേരള കോൺഗ്രസിന്റെ പോളിറ്റ് ബ്യൂറോയാണ് അവിടെ ഞങ്ങൾ ഒരുമിച്ച് കാണുന്ന ആളുകൾ. അദ്ദേഹം സാധാരണ മന്ത്രിമാർക്ക്
കുന്നംകുളം നഗരസഭയിലെ ചാട്ടുകുളം നവീകരണ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റൂഷി അഗസ്റ്റിൻ നിർവഹിച്ചു. 2 വർഷം കൊണ്ട് ഗ്രാമീണ മേഖലയിലെ 70.85 ലക്ഷം കുടുംബങ്ങൾക്ക് ശുദ്ധജലമെത്തിക്കുന്ന ബൃഹത്തായ പദ്ധതി പൂർത്തീകരിക്കാൻ സർക്കാരിന് കഴിയുമെന്ന് മന്ത്രി പറഞ്ഞു. സർവതല സ്പർശിയായ വികസനങ്ങളാണ് സർക്കാർ നടത്തുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. AC മൊയ്തീൻ MLA അധ്യക്ഷനായിരുന്നു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ എന്നിവർ മുഖ്യാതിഥികളായി. 2.69 കോടി രൂപ വിനിയോഗിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. AC മൊയ്തീൻ MLA ഇടപെട്ട് സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തിയ മണ്ഡലത്തിലെ 3 പ്രധാനപ്പെട്ട ജലസംരക്ഷണ പ്രവർത്തികളിൽ ഒന്നാണ് ചാട്ടുകുളം നവീകരണം. നമ്മളേറെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഞാൻ ഇടുക്കിയിൽ നിന്നും എൻ്റെ നിയമസഭാ മണ്ഡലത്തിലെ പല കാര്യങ്ങൾക്കും വേണ്ടി അദ്ദേഹത്തെ സമീപിച്ചിട്ടുണ്ട്. അദ്ദേഹം അക്കാര്യത്തിലെടുത്ത ജാഗ്രതയും പ്രവർത്തനവും സംസ്ഥാനത്തൊട്ടാകെ നടത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വീക്ഷണവും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. കാര്യക്ഷമമായ കൊടുങ്ങല്ലൂരിൽ മുൻ വൈരാഗ്യത്തെ തുടർന്ന് മധ്യവയസ്കനെ കല്ലുകൊണ്ടടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് തെളിവെടുപ്പ് നടത്തി. പുല്ലൂറ്റ് ചാപ്പാറ പൊന്നമ്പത്ത് ജബ്ബാറിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ പുല്ലൂറ്റ് സ്വദേശി കുള്ളിക്കത്ര അൻസാബ്, ലോകമല്ലേശ്വരം സ്വദേശി ഉല്ലാശ്ശേരി ശരത് എന്നിവരുമായാണ് പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. ഈ മാസം 7-ന് കൊടുങ്ങല്ലൂർ തെക്കേനടയിലായിരുന്നു സംഭവം. കല്ലുകൊണ്ടുള്ള ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ജബ്ബാർ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കെയാണ് മരിച്ചത്. കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ M ശശിധരൻ, SI ഹരോൾഡ് ജോർജ്, ASI CT രാജൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് തെളിവെടുപ്പ് നടത്തിയത്. ഉയർന്ന ചിലവിന്റെ പേരിൽ ആർക്കും ചികിത്സ മുടങ്ങരുതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജില്ലയിലെ 6 ആരോഗ്യ കേന്ദ്രങ്ങളിലെ ഐസൊലേഷൻ വാർഡുകളുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ചികിത്സയും മരുന്നും ഒരുക്കുന്നത് പോലെ പ്രധാനമാണ് രോഗപ്രതിരോധത്തിന് അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കടപ്പുറം സാമൂഹിക ആരോഗ്യ കേന്ദ്രം, തൃശൂർ മാനസികാരോഗ്യ കേന്ദ്രം, പെരിഞ്ഞനം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം, പുതുക്കാട് താലൂക്ക് ആശുപത്രി, പുത്തൻചിറ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം, ചാലക്കുടി താലൂക്ക് ആശുപത്രി എന്നിവിടങ്ങളിലാണ് ഐസൊലേഷൻ വാർഡുകൾ തുറന്നത്. ഓൺലൈനായി നടന്ന ചടങ്ങിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അധ്യക്ഷത വഹിച്ചു. കടപ്പുറം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ NK അക്ബർ MLA ഐസൊലേഷൻ വാർഡിന്റെ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗ്രീഷ്മ സനൂജ്, KM അഷ്റഫ്, ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ധനേഷ്, ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. അതിനുള്ള ഒരു വലിയ സംവിധാനമില്ല. കിടത്തി ചികിത്സിക്കാൻ കഴിയുന്ന 10 ബെഡുകളുണ്ട് എന്നുള്ളതാണ്. പെരുമ്പിലാവ് തിപ്പിലശ്ശേരി കോടതിപ്പടിയിൽ സഹോദരിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച ശേഷം സഹോദരൻ ആത്മഹത്യ ചെയ്തു. മനോവിഷമത്തിൽ ഇരുവരുടെയും പിതാവും മരിച്ചു. തിപ്പിലശ്ശേരി കോടതിപ്പടി സ്വദേശി മടപ്പാട്ടുപറമ്പിൽ വീട്ടിൽ 52 വയസ്സുള്ള കുഞ്ഞുമോനാണ് വീടിന് സമീപത്തെ ആളൊഴിഞ്ഞ പറമ്പിലെ മരത്തിൽ തൂങ്ങി മരിച്ചത്. കുഞ്ഞുമോന്റെ മരണവിവരം അറിഞ്ഞാണ് പിതാവ് അസുഖബാധിതനായ 85 വയസ്സുള്ള അബൂബക്കർ മരിച്ചത്. കുഞ്ഞുമോന്റെ സഹോദരി ഹസീനയ്ക്കാണ് കുത്തേറ്റത്. സഹോദരങ്ങളായ ഇരുവരും തമ്മിൽ സ്വത്ത് തർക്കം നിലനിന്നിരുന്നതായി പറയുന്നു. കുഞ്ഞുമോന്റെ ആക്രമണത്തിൽ ചെവിക്ക് പുറകിൽ പരിക്കേറ്റ ഹസീന പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. ഹസീനയെ കുത്തിയ മനോവിഷമത്തിൽ തറവാട് വീടിന് പുറകുവശത്തെ മരത്തിൽ കയറി കുഞ്ഞുമോൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. കുന്നംകുളം സബ് ഇൻസ്പെക്ടർ പോളിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മാള അമ്പഴക്കാട് ബൈക്ക് നിയന്ത്രണം വിട്ട് വൈദ്യുതി തൂണിലിടിച്ച് യുവാവ് മരിച്ചു. വൈന്തല കാര്യട്ടുപറമ്പിൽ 37 വയസ്സുള്ള സുമേഷാണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന വൈന്തല സ്വദേശി വട്ടോളി വീട്ടിൽ വിഘ്നേഷിനെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 കോടി രൂപ ചെലവഴിച്ച് ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ നടന്നുവരുന്ന നവീകരണ പ്രവർത്തനങ്ങൾ ബെന്നി ബെഹനാൻ MP വിലയിരുത്തി. പ്ലാറ്റ്ഫോം നവീകരണം, വെയിറ്റിംഗ് ഷെഡ് പുനർനിർമ്മിക്കൽ, കവാടം മൂടിപിടിപ്പിക്കൽ തുടങ്ങിയ പ്രവൃത്തികളാണ് നടന്നുവരുന്നത്. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചാലക്കുടി പാർലമെന്റ് മണ്ഡലത്തിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ നവീകരണമാണ് ചാലക്കുടിയിൽ നടന്നുവരുന്നത്. സനീഷ് കുമാർ ജോസഫ് MLA, നഗരസഭാ ചെയർമാൻ എബി ജോർജ് തുടങ്ങിയവരും MPക്കൊപ്പം ഉണ്ടായിരുന്നു. പതാകയുടെ നിറവും ആകൃതിയും കണ്ട നിമിഷം തന്നെ 5.5 വയസ്സുകാരൻ അച്യുത് രാജ്യങ്ങളുടെ പേര് പറയും. അഞ്ചാം ക്ലാസ്സുകാരി ചേച്ചി ആതിരയുമായി ഗെയിം കളിക്കുന്ന രീതിയിൽ തുടങ്ങിയ വിനോദത്തിലൂടെയാണ് 150 രാജ്യങ്ങളുടെ പതാക കണ്ട് പേര് പറയുന്ന നിലയിൽ അച്യുത് എത്തിയത്. ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ഭൂട്ടാൻ, ഇന്ത്യ, തുർക്ക്മെനിസ്ഥാൻ, ദ ബഹാമാസ്, ടാൻസാനിയ, ഡൊമിനിക്ക, സാൻ മറിനോ, ബ്രസീൽ,
Argentina, North Korea. ദേശീയ പതാകയും രാജ്യങ്ങളും ചേച്ചി യൂട്യൂബിൽ കാണുന്നത് കണ്ടാണ് 4.5 വയസ്സിൽ ഈ മിടുക്കൻ ആകൃഷ്ടനായത്. തുടർന്ന് ഫ്ലാഗ് കാർഡ് വാങ്ങിയാണ് രാജ്യങ്ങളെ തിരിച്ചറിയാൻ പരിശീലിച്ചത്. ഇപ്പോൾ 6 മിനിറ്റ് 52 സെക്കൻഡ് സമയത്തിലാണ് 150 രാജ്യങ്ങളുടെ പതാക കണ്ടാൽ അച്യുത് രാജ്യങ്ങളുടെ പേര് പറയുന്നത്. 1.5 മാസത്തോളമായി സമയം ക്രമീകരിച്ച് വേഗത വർദ്ധിപ്പിച്ചാണ് പരിശീലനം. 4.5 വയസ്സുള്ളപ്പോൾ തുടങ്ങിയ വിനോദമാണ് അച്യുത് വെറും കളിയല്ലാത്ത നിലയിൽ ഇപ്പോൾ കൊണ്ടുപോകുന്നത്. കടയിരുപ്പ് സെയിന്റ് പീറ്റേഴ്സ് സ്കൂളിൽ UKG വിദ്യാർത്ഥിയാണ് അച്യുത്. IT കമ്പനിയിൽ ഡാറ്റ എഞ്ചിനീയറായ തിരുമുക്കുളം സ്വദേശി പത്മാലയത്തിൽ രഞ്ജിത്തും ഭാര്യ ഡോക്ടർ അഞ്ജുവും ആദ്യം മക്കളുടെ സാധാരണ ഗെയിം കളിയായാണ് ഇതിനെ കണ്ടിരുന്നത്. ഇപ്പോൾ രാജ്യങ്ങളുടെ പേരു മാത്രമല്ല തലസ്ഥാനവും തിരിച്ചറിഞ്ഞ് പറയുന്നതിനുള്ള പരിശീലനത്തിലാണ്. കൂടാതെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ പ്രദേശങ്ങളും പേരും ഗ്ലോബ് നോക്കി പഠിക്കുകയാണ് ഇപ്പോൾ അച്യുത്. TCV മാള. കാട്ടൂർ നിവാസികളുടെ ചിരകാല അഭിലാഷമായിരുന്ന കാട്ടൂർ ഹോമിയോ ആശുപത്രിക്ക് അനുമതി ലഭിച്ചതായി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു. ദീർഘനാളായി ഹോമിയോ ചികിത്സയ്ക്ക് കാട്ടൂർ നിവാസികൾ മറ്റ് ആശുപത്രികളെയാണ് ആശ്രയിച്ചിരുന്നത്. പുതിയ ആശുപത്രി വരുന്നതോടെ ഇതിന് പരിഹാരമാകുമെന്ന് മന്ത്രി പറഞ്ഞു. പുതിയ തസ്തികകൾ അടക്കം നിശ്ചയിച്ച് എത്രയും പെട്ടെന്ന് തന്നെ ആശുപത്രിയുടെ പ്രവർത്തനം ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. വേലൂർ വെങ്ങിലശ്ശേരി മണിമലർക്കാവ് കുതിരവേല സമാപിച്ചു. കാർത്തികവേലയിൽ കുതിരകളുടെ കൂട്ടിയെഴുന്നള്ളിപ്പോടെയാണ് 3 ദിവസങ്ങളിലായി നടന്ന പൊയ്ക്കുതിര വേലയ്ക്ക് സമാപനമായത്. നാദവർണ്ണ വിസ്മയങ്ങൾ പെയ്തിറങ്ങിയ കൂട്ടിയെഴുന്നള്ളിപ്പിൽ 2 തിരിക്കുതിരകളും കുട്ടിക്കുതിരകളും ഉൾപ്പെടെ 19 കുതിരകൾ അണിനിരന്നു. പഞ്ചവാദ്യം, ചെണ്ടമേളം, ശിങ്കാരിമേളം, നാദരൂപങ്ങൾ, പൊയ്ക്കാവടി, നാടൻ കലാരൂപങ്ങളും അവകാശവേലയും കുതിരവരവിന് അകമ്പടിയേകി. വേലയുടെ പ്രധാന ആകർഷണമായ പ്രസിദ്ധമായ അരിത്താലം ക്ഷേത്രനടയിൽ ചൊരിഞ്ഞതോടെ 101 വാദ്യ കലാകാരന്മാർ അണിനിരുന്ന അരിപ്പറ മേളം സമാപിച്ചു. കൂട്ടിയെഴുന്നള്ളിപ്പിന് ശേഷം കാവ് കയറിയ കുതിരകൾ കോമരത്തിന്റെ കൽപ്പന കേട്ടതിന് ശേഷം ക്ഷേത്രം വലം വെച്ച് തട്ടകത്തമ്മയ്ക്ക് ഉപചാരം ചൊല്ലി ദേശങ്ങളിലേക്ക് മടക്കയാത്ര നടത്തിയതോടെയാണ് ഈ വർഷത്തെ കുതിരവേലയ്ക്ക് സമാപനമായത്. പുതുക്കാട് സെന്ററിൽ കാറിടിച്ച് ബൈക്ക് യാത്രക്കാരായ 2 പേർക്ക് പരിക്കേറ്റു. ചെങ്ങാലൂർ കണ്ണനാക്കൽ വീട്ടിൽ ഋഷികേശ്, സുഹൃത്ത് സിബിൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ ഋഷികേശ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. റെയിൽവേ സ്റ്റേഷൻ റോഡിൽ നിന്ന് വന്ന ബൈക്ക് ദേശീയപാത മുറിച്ചു കടക്കുന്നതിനിടെ ചാലക്കുടി ഭാഗത്തു നിന്ന് വന്ന കാർ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബൈക്കും യാത്രക്കാരും തെറിച്ചു വീണു. പരിക്കേറ്റ് റോഡിൽ കിടന്ന ബൈക്ക് യാത്രക്കാരെ നാട്ടുകാർ ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത്. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി. അപകട ദൃശ്യങ്ങൾ സമീപത്തെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞിരുന്നു. തൊണ്ണൂർക്കര ശ്രീ ഏമൂർ കാർത്തിയായനി ഭഗവതി ക്ഷേത്രത്തിലെ കാർത്തിക വിളക്ക് മഹോത്സവം ആഘോഷിച്ചു. തൊണ്ണൂർക്കര വിഭാഗത്തിന്റെ എഴുന്നള്ളിപ്പ് പാലച്ചോട്ടിൽ നിന്നും, പടിഞ്ഞാറ്റിമുറി ദേശത്തിന്റെ എഴുന്നള്ളിപ്പ് ചൊവ്വാക്കാവിൽ നിന്നും ഗജവീരന്മാരുടെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയോടെ കാവിലെത്തി. തൊണ്ണൂർക്കര വിഭാഗത്തിന് കൊമ്പൻ ഇത്തിത്താനം വിഷ്ണു നാരായണനും, പടിഞ്ഞാറ്റിമുറി വിഭാഗത്തിന് ഊട്ടോളി അനന്തനും തിടമ്പേറ്റി. തൊണ്ണൂർക്കര ദേശത്തിന് പരക്കാട് തങ്കപ്പന്മാരാർ പഞ്ചവാദ്യത്തിലും, കലാമണ്ഡലം കുട്ടിനാരായണൻ മേളപ്രമാണികനുമായി. പടിഞ്ഞാറ്റിമുറി ദേശത്തിന്റെ പഞ്ചവാദ്യത്തിന് കുനിശ്ശേരി അനിയന്മാരാരും, മേളത്തിന് പുലാക്കോട് ഹരിയും പ്രാമാണികത്വം വഹിച്ചു. തിരുവില്ലാമലയിൽ വയോധികനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തിരുവില്ലാമല പട്ടിപ്പറമ്പ് മേലൂപ്പുറത്ത് അരക്കൻമല വീട്ടിൽ 80 വയസ്സുള്ള ഗോപാലനാണ് മരിച്ചത്. തനിച്ച് താമസിക്കുന്ന ഇയാളെ കാണാതായതോടെ പ്രദേശവാസികൾ അന്വേഷിച്ചപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് 3 ദിവസത്തെ പഴക്കമുള്ളതായി പറയുന്നു. പഴയന്നൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു.
KPCC പ്രസിഡന്റ് കെ സുധാകരൻ നയിക്കുന്ന സമരാഗ്നി യാത്രയ്ക്ക് ഞായറാഴ്ച ചാലക്കുടിയിൽ സ്വീകരണം നൽകുമെന്ന് ബെന്നി ബെഹനാൻ MP, സനീഷ് കുമാർ ജോസഫ് MLA എന്നിവർ അറിയിച്ചു. ചാലക്കുടി, കൊടുങ്ങല്ലൂർ, കയ്പമംഗലം, ഇരിങ്ങാലക്കുട, പുതുക്കാട് നിയോജക മണ്ഡലങ്ങളിലെ പ്രവർത്തകർ ചാലക്കുടിയിലെ സ്വീകരണ യോഗത്തിൽ പങ്കെടുക്കും. ചാലക്കുടിയിൽ നടക്കുന്ന സ്വീകരണ സമ്മേളനത്തിൽ ജാഥ ക്യാപ്റ്റന്മാർക്കൊപ്പം ദേശീയ സംസ്ഥാന നേതാക്കളും പങ്കെടുക്കും. ബ്ലോക്ക് പ്രസിഡന്റുമാരായ VO പൈലപ്പൻ, MT ഡേവിസ്, നഗരസഭാ ചെയർമാൻ AB ജോർജ്, UDF നിയോജക മണ്ഡലം ചെയർമാൻ അഡ്വക്കേറ്റ് CG ബാലചന്ദ്രൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സുമംഗല സാഫല്യം പദ്ധതിയിലൂടെ തെരഞ്ഞെടുത്ത 9ാമത്തെ യുവതിയും പുതുജീവിതത്തിലേക്ക്. പ്രവാസി വ്യവസായി പുത്തൻപീടിക സ്വദേശി എടക്കാട്ടുതറ വീട്ടിൽ EM ബദറുദ്ദീൻ ഏർപ്പെടുത്തിയതാണ് സുമംഗല സാഫല്യം പദ്ധതി. TN പ്രതാപൻ MP മുഖ്യ രക്ഷാധികാരിയായ പദ്ധതി ജീവകാരുണ്യ പ്രവർത്തകൻ അബ്ദുൽ അസീസ് തളിക്കുളമാണ് നടപ്പിലാക്കുന്നത്. നിർധന കുടുംബങ്ങളിൽ പിതാവ് മരിച്ച യുവതികളെയാണ് പദ്ധതിയിലേക്ക് തെരഞ്ഞെടുത്തത്. തളിക്കുളം മുറ്റിച്ചൂർ സ്വദേശിനിയായ യുവതിക്കാണ് പദ്ധതി പ്രകാരമുള്ള 9ാമത്തെ വിവാഹ ധനസഹായം സമ്മാനിച്ചത്. 5 പവൻ സ്വർണത്തിനൊപ്പം വിവാഹ വസ്ത്രങ്ങൾക്കും ഭക്ഷണത്തിനുമുള്ള പണവും പ്രത്യേക സ്നേഹ സമ്മാനവും ഉൾപ്പെടുന്ന 30,000 രൂപയും ബദറുദ്ദീന്റെ സഹോദരൻ കൊച്ചി മുഹമ്മദ് കൈമാറി. ജീവകാരുണ്യ പ്രവർത്തകൻ അബ്ദുൽ അസീസ് തളിക്കുളം, ശശി, ഗഫൂർ തളിക്കുളം, ഷുക്കൂർ, സാമൂഹിക പ്രവർത്തകൻ മുഹമ്മദ് അൻവർ, മാധ്യമ പ്രവർത്തകൻ സുനിൽ തുടങ്ങിയവർ വിവാഹാശംസകൾ നേർന്നു. അമ്മാടം ഗവൺമെന്റ് LP സ്കൂൾ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സുബിത സുഭാഷ് അധ്യക്ഷത വഹിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഷീന പറയങ്ങാട്ടിൽ, VG വനജകുമാരി എന്നിവർ മുഖ്യാതിഥികളായി. പാറളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യൂസ്, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ചെറി ജോസഫ്, ജെയിംസ് P. പോൾ, K. പ്രമോദ്, വിദ്യാനന്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു. ചേലക്കര അന്തിമഹാകാളൻകാവ് ക്ഷേത്രത്തിലെ വെളിച്ചപ്പാട് അരമണി ധരിക്കുന്നില്ലെന്നുള്ള ആരോപണവുമായി ഹിന്ദു ഐക്യവേദി രംഗത്ത്. അന്തിമഹാകാളൻകാവിന്റെ പ്രതിരൂപമായ കോമരം വേലയുടെ ഭാഗമായി ദേശപ്പറ സ്വീകരിക്കാൻ വിവിധ ദേശഭവനങ്ങളിൽ പോകുമ്പോൾ അരമണി ധരിക്കുന്നില്ലെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. രൂപം പൂർണ്ണമാകണമെങ്കിൽ അരമണി, വാൾ, ചിലമ്പ്, പട്ട് എന്നിവ ധരിക്കേണ്ടതുണ്ട്. ഇക്കാര്യം ക്ഷേത്രം തന്ത്രിയും നിർദ്ദേശിച്ചിരുന്നതായും ഇത് പാലിക്കാത്തതിനാൽ ഭക്തർ കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്നും ഇവർ പറഞ്ഞു. ജനറൽ സെക്രട്ടറി KN സുകുമാരൻ, രവീന്ദ്രൻ വില്ലടത്ത്, തലപ്പള്ളി താലൂക്ക് സംഘടനാ സെക്രട്ടറി MG സതീഷ്, ആചാര്യ, രവി പൂവത്തിങ്കൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പുത്തൂർ ചോച്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പൂയ മഹോത്സവവും പ്രതിഷ്ഠാ ദിനവും 22-ന് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കൊടിയേറ്റ ദിവസമായ 18-ന് രാവിലെ 1000-ലധികം അമ്മമാർ പാൽക്കുടം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയും പാലഭിഷേകവും നടക്കും. വൈകിട്ട് ഉത്സവത്തിന്റെ കൊടിയേറ്റം ക്ഷേത്രം തന്ത്രി ഡോക്ടർ കാരുമാത്ര വിജയന്റെ കാർമ്മികത്വത്തിൽ നടക്കും. ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് രാജൻ മുളങ്ങാട്ടുകര, സെക്രട്ടറി ഷാജി മുരിയാടൻ, മുരളീധരൻ കാഞ്ഞിര, പ്രഹ്ലാദൻ കുരുലി, സുരേഷ് പട്ടത്തിൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഗുരുവായൂർ നഗരസഭ പാലിയേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗുണഭോക്താക്കളുടെയും ബന്ധുക്കളുടെയും സംഗമം നടത്തി. നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അനീഷ്മ ഷനൂജ് അധ്യക്ഷയായിരുന്നു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MS മനോജ്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ MS റോസ്ലിൻ തുടങ്ങിയവർ സംസാരിച്ചു. കണ്ടാണശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു ജേക്കബ് മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു. സ്നേഹത്തിന്റെ ഏറ്റവും മകുടമായ ഉദാഹരണമായി കാണിക്കുന്ന അല്ലേ, മുലയൂട്ടുമ്പോ അല്ലേ വിശപ്പിന്റെ പാലുമാണ് അമ്മയ്ക്ക് സമാനമാണ്. താന്യം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സോഷ്യൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ വയോജന ദിനാചരണം നടത്തി. കൺവീനർ രുക്മിണിയുടെ നേതൃത്വത്തിൽ അംഗങ്ങൾ ഒത്തുചേർന്ന് വയോജനങ്ങൾക്ക് സമ്മാനമായി പുതപ്പുകൾ നൽകി. വാർഡംഗം സിജോ പുലിക്കോട്ടിൽ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് അസീസ് കക്കാട്ടുതറ അധ്യക്ഷനായിരുന്നു. പ്രധാനാധ്യാപിക സീനത്ത്, സീനിയർ അധ്യാപകൻ ജെയ്സൺ എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ തൈക്കാട് കഴുമല്ലൂർ പാലക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം വർണ്ണാഭമായി. വിവിധ ദേശങ്ങളിൽ നിന്നുള്ള പൂരങ്ങൾ ക്ഷേത്രാങ്കണത്തിൽ എത്തി കൂട്ടിയെഴുന്നള്ളിച്ചു. തുടർന്ന് ഫാൻസി വെടിക്കെട്ടും നടന്നു. താഴത്തേക്കാവിലെ പൂരാഘോഷം ശനിയാഴ്ച നടക്കും.
കേന്ദ്ര സർക്കാരിന്റെ കർഷകദ്രോഹ നയത്തിനെതിരെ ദില്ലിയിൽ സമരം ചെയ്യുന്ന കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കർഷക കോൺഗ്രസ് കുന്നംകുളം നിയോജകമണ്ഡലം കമ്മിറ്റി ദീപം തെളിയിച്ചു. എരുമപ്പെട്ടി സെന്ററിൽ നടന്ന ഐക്യദാർഢ്യ സദസ്സ് കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. കർഷക കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് പി കെ വിനയ്കുമാർ അധ്യക്ഷനായിരുന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് ടി കെ ദേവസി, നേതാക്കളായ പി ടി സുരേന്ദ്രൻ, പി സി ഗോപാലകൃഷ്ണൻ, എം കെ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. വിജയിച്ചൊരു ചരിത്രം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് പലരും മരണപ്പെട്ടു, പലർക്കും മുന്നിൽ കീഴടങ്ങേണ്ടി വന്നു. കുട്ടനെല്ലൂർ സി അച്യുതമേനോൻ ഗവൺമെന്റ് കോളേജിലെ മാത്തമാറ്റിക്സ് ആൻഡ് ഡാറ്റാ സയൻസ് വിഭാഗവും സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗവും സംയുക്തമായി നടത്തിയ ഇന്റർ കോളേജിയേറ്റ് ഫെസ്റ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ പി എസ് മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഫ്ലവറി ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. ഫെസ്റ്റ് കോർഡിനേറ്റർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ തെക്കേപ്പാട്ട്, കോളേജ് വൈസ് പ്രിൻസിപ്പൽ പി കെ വിജയൻ, യൂണിയൻ അഡ്വൈസർ അജിത, യൂണിയൻ ചെയർമാൻ മുഹമ്മദ് അൻസൽ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്തെ വിവിധ കോളേജുകളിൽ നിന്നുള്ള നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ഗുരുവായൂർ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ഭക്തിസാന്ദ്രമായി. താലപ്പൊലിയോടനുബന്ധിച്ച് ഭഗവതിക്കും വീരഭദ്രസ്വാമിക്കും ഉപദേവന്മാർക്കും പ്രത്യേക പൂജകൾ നടത്തി. ഉച്ചപൂജയ്ക്ക് ശേഷം പഞ്ചവാദ്യത്തോടെ എഴുന്നള്ളിപ്പ് നടന്നു. വിവിധ ദേശപൂരങ്ങൾ ക്ഷേത്രപ്രദക്ഷിണം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. പുരിങ്ങൽകുത്ത് ഡാമിൽ വേനൽക്കാലത്ത് കൂടുതൽ വെള്ളം ലഭ്യമാക്കുന്നതിന് പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് ജലസേചന വകുപ്പ് മന്ത്രി റൂഷി അഗസ്റ്റിൻ. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയായി തോട്ടുമുഖം മാറിയെന്ന് മന്ത്രി. കൊടുങ്ങല്ലൂരിൽ മധ്യവയസ്കനെ കല്ലുകൊണ്ടടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. പുല്ലൂറ്റ് സ്വദേശി അൻസാബ്, ലോകമല്ലേശ്വരം സ്വദേശി ശരത് എന്നിവരെയാണ് തെളിവെടുപ്പിനെത്തിച്ചത്. ജില്ലയിലെ വിവിധ ആശുപത്രികളിൽ ഐസൊലേഷൻ വാർഡുകൾ നാടിന് സമർപ്പിച്ചു. ഉയർന്ന ചിലവിന്റെ പേരിൽ ആർക്കും ചികിത്സ മുടങ്ങരുതെന്ന് മുഖ്യമന്ത്രി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.